നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ വിവിധ ഡോക്ടർമാരുടെ ആദ്യത്തെ 15ഓളം OP ടിക്കറ്റുകൾ ജീവനക്കാർ സ്വന്തക്കാർക്ക് മറിച്ചു നൽകുന്നതായി DYFI. OP ടിക്കറ്റ് കൗണ്ടറിൽ മതിയായ ജീവനക്കാരില്ലാത്ത സമയത്താണ് ജീവനക്കാരുടെ ധിക്കാരം. ബ്ലഡ് ബാങ്ക് അടച്ചിട്ട സംഭവം ദൗർഭാഗ്യകരം. നിലവിലെ വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ശനിയാഴ്ച പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് DYFI തിരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി P. സുമിത്ത് വെട്ട ന്യൂസിനോട് പറഞ്ഞു. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. തിരൂർ ജില്ലാ ആശുപത്രി തീരദേശ മേഖലയ്ക്കകത്തെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. ആ ജില്ലാ ആശുപത്രിക്കകത്ത് ദൈനംദിനം 1000ഓളം വരുന്ന രോഗികളാണ് OP എടുക്കുന്നതിന് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നിലവിൽ 3 OP കൗണ്ടറുകളാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. 4 OP കൗണ്ടറുണ്ട്. ആ 4 OP കൗണ്ടറിനകത്ത് നമ്പറും മറ്റു സാധനങ്ങളെല്ലാം ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2 OP കൗണ്ടർ മാത്രമാണ് അതിനകത്ത് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ തന്നെ അവിടെ സ്ഥിരമായി ജീവനക്കാരില്ലാത്ത ഒരു വലിയ പ്രയാസം അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് DYFIയുടെ ഭാരവാഹികൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പരാതികൾ എന്ന രീതിയിലേക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ വന്നു നോക്കുന്ന സമയത്ത് ഇന്ന് ഒരു ഒഴിവു ദിവസമാണ് എന്ന് നിൽക്കുന്ന സമയമാണെങ്കിലും ആ OP കൗണ്ടറിനകത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2 OP കൗണ്ടർ മാത്രമാണ് ഇന്നും പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ബാക്കി OP കൗണ്ടറുകൾ സിസ്റ്റം, കമ്പ്യൂട്ടറും മറ്റുമെല്ലാം മൂടിവെക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് ഇവിടെ വരുന്ന രോഗികളുടെ വെല്ലുവിളിയായിട്ടാണ് ഇവിടുത്തെ ജീവനക്കാർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ വരുന്ന രോഗികളെന്ന് പറയുന്നത് ഈ ആശുപത്രിയെ ആശ്രയിക്കേണ്ടവരാണ്. ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റു ഭരണകൂടമെല്ലാം നടപ്പാക്കുന്ന പദ്ധതികൾ ഉൾക്കൊള്ളേണ്ടവരാണ് ഇവിടെ വരുന്ന രോഗികളെങ്കിൽ അത് നടപ്പാക്കാൻ തയ്യാറാവാത്തവരായി ഇവിടുത്തെ ജീവനക്കാർ മാറുന്നു. ഇവിടെ വരുന്ന രോഗികളോട് ധാർഷ്ട്യത്തോടുകൂടിയ പെരുമാറ്റമായി മാറുന്ന സാഹചര്യമാണ് നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. OP കൗണ്ടറിനകത്ത് OP എടുക്കാൻ വേണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി OPകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സൂപ്പർ സ്പെഷ്യാലിറ്റി OPകൾക്കകത്ത് മലയോര മേഖലയ്ക്കകത്തും മധ്യമേഖലയ്ക്കകത്തുമുള്ള രോഗികൾ ഉൾപ്പെടെ ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് ഒന്നാമത് അവരാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒന്നും ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന പരാതി ഉൾപ്പെടെ വരികയാണ്. അവർക്ക് ലഭിക്കുന്നത് 15ഉം 16ഉം എല്ലാമാണ്. ആകെ ഉണ്ടാകുന്നത് 50ൽ വരുന്ന OPകൾ മാത്രമാണ് ചില സമയത്ത് അവർ കൊടുക്കുന്നുള്ളൂ. രാവിലെ നേരം വെളിച്ചമാകുന്നതിന് മുമ്പ് ഇവിടെ വരുന്ന രോഗികൾക്ക് OP ടിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടി പോലും അവർ തയ്യാറാകുന്നില്ല. പകരം ഇവിടുത്തെ ജീവനക്കാരുടെ സ്വന്തക്കാർക്ക്, ഇവിടുത്തെ ജീവനക്കാരുടെ പ്രദേശത്തിനകത്തു നിന്നുമുള്ള ചിലർക്ക് ആ OP ടിക്കറ്റുകൾ മാറ്റിവെക്കുന്നു എന്ന ഒരു വലിയ സവിശേഷത ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതൊരു കാരണവശാലും നീതീകരിക്കുന്ന പ്രവർത്തനമല്ല. ഇവിടെ വരുന്ന രോഗികൾ ആരൊക്കെയാണോ അവർക്ക് കൃത്യമായി തന്നെ ഇവിടെ വന്ന് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് അവർ ചെയ്തു കൊടുക്കേണ്ടത്. അതല്ല ഇവിടുത്തെ ജീവനക്കാർ അവർക്ക് തോന്നിയതുപോലെയാണ് OP ടിക്കറ്റ് കൈകാര്യം ചെയ്തതെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ DYFIക്ക് അറിയാം. അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് DYFIയെ ഒരു കാരണവശാലും പിന്നീട് നിങ്ങൾ വലിയ അക്രമകാരികളാണ് എന്ന രീതിയിലേക്ക് പറയുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇവിടെ വരുന്ന രോഗികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നതാണ് യുവജന സംഘടന എന്ന രീതിയിൽ ഞങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെയാണ് തിരൂർ ജില്ലാ ആശുപത്രിക്കകത്തെ ബ്ലഡ് ബാങ്കിൻ്റെ സ്ഥിതി. ബ്ലഡ് ബാങ്ക് പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ മാറ്റുന്ന സാഹചര്യത്തിൽ ഏറ്റവും നല്ല ബ്ലഡ് ബാങ്കായി മാറുമെന്നാണ് യുവജന സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ ദൈനംദിനം ബ്ലഡ് കൊടുക്കുന്ന സംഘടനയാണ്. ഞങ്ങൾ ഇവിടെ പൊതിച്ചോറ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന സംഘടനയാണ്. ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഏറ്റവും നല്ല ബ്ലഡ് ബാങ്കായി, ഈ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ബ്ലഡ് ബാങ്കായി തിരൂരിലെ ബ്ലഡ് ബാങ്ക് മാറുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി അത് അടച്ചിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ ഗ്യാസോ മറ്റോ ലീക്കായിരിക്കുന്നു. അതിൻ്റെ എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവിടുത്തെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരുണ്ടായിട്ടും നോക്കുകുത്തികളായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ജില്ലാ ആശുപത്രിക്കകത്ത് ബ്ലഡ് ഉപയോഗിക്കുന്നവർ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് ബ്ലഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ ബ്ലഡ് ബാങ്കിനകത്തുണ്ട്. അടിയന്തരമായി ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരികയാണ്. ഇന്ന് ഒഴിവു ദിവസമാണ്. അടുത്ത ദിവസം നാളെ വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ചയോട് കൂടി അത് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇവിടുത്തെ അധികാരികൾ എന്ന രീതിയിലേക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ DYFI എന്നതിൽ ശക്തമായ സമരമായി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. ഒരു തർക്കമില്ല അതിനകത്ത്. ഇത് ആരുടെയും തറവാട്ടുക സ്വത്തല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിലെ അധികാരികളുടെയും എല്ലാം തറവാട്ടുക സ്വത്തായിട്ടാണ് ഈ ജില്ലാ ആശുപത്രിയെ കൊണ്ടു നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കും. DYFI തിരൂർ ബ്ലോക്ക് കമ്മിറ്റി എന്ന രീതിയിൽ ഇവിടുത്തെ വരുന്ന രോഗികൾക്ക് പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുവാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പത്രക്കാർക്ക് മുമ്പിൽ സൂചിപ്പിക്കാനുള്ളത്.